എന്തും പറയാവുന്ന, എന്ത് വായാടുത്തവും പറയാവുന്ന, എന്തും ചെയ്യാവുന്ന അവരുടെ നിയന്ത്രണത്തിലിരിക്കുന്ന ഒരു വലിയ സംവിധാനത്തിൽ നിന്ന് എതിർ സ്വരം ഉയർന്നത് അതിനുശേഷമാണ്. WCC ഉണ്ടായത് മാത്രമല്ല, ഹേമ കമ്മിറ്റി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം മുട്ടിടിച്ച് ഉറങ്ങാതെ കിടന്ന എത്രയോ നടന്മാരെ നമുക്കറിയാം. അതിന് കൂടെ നിന്ന് എത്രയോ നടിമാരെ നമുക്കറിയാം. വരണ്ട് പേടിച്ച് ഇന്ന് വരുമോ നാളെ വരുമോ, എങ്ങനെയെങ്കിലും ഈ റിപ്പോർട്ടൊന്ന് മുക്കിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നടന്ന ഓട്ടം നമ്മൾ കണ്ടതല്ലേ. അതിനുശേഷം അന്ന് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കേരളത്തിലെ മനുഷ്യർ വേറൊരു പേരിട്ടു. ഇനി മുതൽ അമ്മയല്ല, നിങ്ങൾ വെറും AMMA ആണ് എന്ന് പറഞ്ഞു. എത്രയോ കാലം അവരങ്ങനെ മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. 4 കുത്തിനിടയ്ക്ക് അവരുടെ അമ്മ എന്ന സംഘടന ഒതുക്കപ്പെട്ടു. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ വർഷമാണ് AMMA വീണ്ടും അമ്മയായി മാറുന്നത്. അപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് 8 വർഷം കഴിയുമ്പോൾ മലയാള സിനിമയിൽ ഒരു പരിധി വരെ ഒരു വലിയ ശുദ്ധീകരണം നടന്ന കാലമാണ്. ഈ സംഭവത്തിൽ സാക്ഷികളായ ആളുകൾക്ക് വളരെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. സിനിമാ രംഗത്തെ മുടിചൂടാ മന്നനായിരുന്ന ആളുകളാണ് ഈ കേസിലെ പ്രതിയും പ്രതിയുടെ കൂടെ നിന്ന ആളുകളുമൊക്കെ. വളരെ വലിയ സമ്മർദ്ദമുണ്ടായിട്ടും കേസിൽ ഉറച്ചു നിന്ന് സാക്ഷി പറഞ്ഞവരെയും ഈ തരുണത്തിൽ ഓർക്കണം. കുഞ്ചാക്കോ ബോബനായാലും ഒരു പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു. അതുപോലെ തന്നെ പൃഥ്വിരാജും ആസിഫ് അലിയും ഒക്കെ ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുത്തു. അതും നമ്മൾ കണ്ടതാണ്.